ഹലോ ഗൈസ്, അനിമൻഡോർ സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ വൺ പീസിന്റെ ചാപ്റ്റർ ആയിട്ടുള്ള 1168ന്റെ മലയാളം എക്സ്പ്ലനേഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് കഴിഞ്ഞ വീഡിയോയ്ക്ക് സൂപ്പർ താങ്ക്സ് ചെയ്തവരെ പരിചയപ്പെടാം. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആയ സ്റ്റൂയിസ് റൂബർട്ട് 430 $4.99 സൂപ്പർ താങ്ക്സ് ചെയ്തിട്ടുണ്ട്. താങ്ക്സ് എ ലോട്ട് മച്ചാനെ. ഈ സപ്പോർട്ട് എനിക്ക് വലിയൊരു മോട്ടിവേഷൻ തന്നെയാണ്. നെക്സ്റ്റ് അനു MDZ2715 എന്ന നമ്മുടെ സബ്സ്ക്രൈബർ 40 രൂപ സൂപ്പർ താങ്ക്സ് ചെയ്തിരുന്നു. അനുറിൻ ബ്രോ, താങ്ക്സ് എ ലോട്ട് ഫോർ ദിസ് സപ്പോർട്ട്. ജോൺ വിക് 7899 എന്ന സബ്സ്ക്രൈബർ 40 രൂപ സൂപ്പർ താങ്ക്സ് ചെയ്തിരുന്നു. ഈ തരുന്ന സപ്പോർട്ടിന് ഒരു വലിയ നന്ദിയുണ്ട് ബ്രോ. നമ്മുടെ എല്ലാ വൺ പീസ് വീഡിയോസിനും സൂപ്പർ താങ്ക്സ് ചെയ്യാറുള്ള സബ്സ്ക്രൈബർ ഫുൾ ബോയ് 10 ഇത്തവണയും പതിവ് തെറ്റിച്ചിട്ടില്ല. 40 രൂപ സൂപ്പർ താങ്ക്സ് ചെയ്തിട്ടുണ്ട്. താങ്ക്സ് എ ലോട്ട് റിസ്വാൻ ബ്രോ ഫോർ ദിസ് ബിഗ് സപ്പോർട്ട്. അടുത്തതായിട്ട് എനിക്ക് നന്ദി പറയാനുള്ളത് എൻ്റെ എല്ലാ വീഡിയോസും ലൈക്ക്, കമൻറ്റ്, ഷെയർ, ഹൈപ്പ് ഒക്കെ ചെയ്ത് കട്ടയ്ക്ക് സപ്പോർട്ട് തന്ന് കൂടെ നിൽക്കുന്ന എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനോടുമായിട്ടാണ്. നിങ്ങൾ തരുന്ന ഈ വലിയ പ്രോത്സാഹനം കാണുമ്പോൾ ശരിക്കും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇങ്ങനെ തന്നെ തുടർന്നും എൻ്റെ കൂടെ ഉണ്ടാകണം. അതേപോലെ കുറേ പേര് കാഗുറാബച്ചി നെക്സ്റ്റ് ചാപ്റ്റേഴ്സിന് വെയിറ്റിംഗ് ആണെന്ന് കമൻസ് ഇട്ടിട്ടുണ്ട്. കാഗുറാബച്ചി എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ആൻഡ് റിയലി സോറി ഗൈസ്, കുറച്ച് തിരക്കായതുകൊണ്ടാണ് നെക്സ്റ്റ് വീഡിയോ ഇത്ര ലാഗ് വരുന്നത്. അടുത്തു വരുന്ന ദിവസം തന്നെ ഞാനത് പോസ്റ്റ് ചെയ്തോളാം. പിന്നെ നമ്മൾ 5K സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള ഒരു പോയിന്റിന്റെ തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ്. സോ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പൊ തന്നെ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഒട്ടും തന്നെ സമയം കളയാതെ നേരെ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് പോകാം. കവർ പേജിൽ നമുക്ക് നമ്മുടെ ഹാച്ചിയെയാണ് കാണാൻ കഴിയുന്നത്. പുള്ളിക്കാരൻ ഇങ്ങനെ മഞ്ഞൊക്കെ കോരി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആട്ടിൻകുട്ടികൾ അവന് കയ്യിലിടാനായിട്ട് ഗ്ലൗസ് കൊണ്ട് കൊടുക്കുന്നതും കാണാം. 15 വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തിലെ പല സ്ഥലങ്ങളിലുള്ള ആൾക്കാരുടെ ജയൻസിനെ പറ്റിയുള്ള ഒരു കാഴ്ചപ്പാടാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. ജയന്റ് സോൾജിയേഴ്സ് നേവിയിൽ നിന്നിട്ട് ഓരോ അച്ചീവ്മെന്റ്സ് നേടുന്നതിനെ പറ്റിയൊക്കെ അവർ പത്രത്തിൽ വായിക്കുകയാണ്. വളരെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആൾക്കാരാണ് ഈ ജയൻസ് എന്ന് ഒരാൾ പറയുന്നുണ്ട്. ശരിക്കും അവർ ഭയങ്കര ഭീകരന്മാരായിട്ടുള്ള ആളുകളാണെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഇപ്പോൾ അവരെ എനിക്ക് ശരിക്കും ഒന്ന് നേരിട്ട് കണ്ടാൽ കൊള്ളാവുന്നുണ്ട് എന്ന് വേറൊരാൾ പറയുന്നു. എൽബാഫിലെ സീ ഫുഡൊക്കെ ഇപ്പോൾ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിന്റെ സ്റ്റോക്ക് വീണ്ടും എത്തിക്കാമോ എന്നൊക്കെ റെസ്റ്റോറന്റിലെ ആൾക്കാർ ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ഉമിറ്റിനെ കാണാം. അതായത് ഉമിറ്റ് ഷിപ്പിംഗ് കമ്പനി ഉണ്ടല്ലോ, അതിന്റെ ഓണർ. അങ്ങേര് എൽബാഫിൽ നിന്ന് ദേവദാരു മരത്തിന്റെ തടിയൊക്കെ ഇങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല ക്വാളിറ്റി തടിയാണ്. ഇത് അവിടുന്ന് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് തന്നെ വലിയൊരു ടാസ്ക് ആയിരുന്നു എന്നൊക്കെ ഉമിറ്റ് അവിടെ നിന്ന് പറയുന്നുണ്ട്. ഒരുത്തനാണെങ്കിൽ ഇപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചോളാമെന്നും പറഞ്ഞ് അങ്ങോട്ട് ചാടി ചെല്ലുന്നുണ്ട്. സോ അങ്ങനെ ഫൈനലി ലോകത്തിലുള്ള ആൾക്കാർ ഇങ്ങനെ എൽബാഫിനെ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ എൽബാഫിലെ ജനങ്ങളോട് ഹരാൾഡ് സംസാരിക്കുന്നതാണ് നമ്മൾ കേൾക്കുന്നത്. ഉടനെ തന്നെ നമ്മൾ വേൾഡ് ഗവൺമെന്റിലേക്ക് അഫിലിയേറ്റഡ് ആകുമെന്നും അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത പ്ലാൻ എന്ന് പറയുന്നത് നമ്മുടെ എൽബാഫിന് വേണ്ടി ഒരു ടൂറിസ്റ്റ് ഷിപ്പ് പണി കഴിപ്പിക്കുക എന്നുള്ളതായിരിക്കുമെന്നും ഹരാൾഡ് പറയുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൽബാഫിലുള്ള ആൾക്കാർക്ക് അപ്പോൾ മറ്റ് അഫിലിയേറ്റഡ് ആയിട്ടുള്ള രാജ്യങ്ങളിലേക്ക് ഏത് നേരത്തും സ്വതന്ത്രമായിട്ട് യാത്ര ചെയ്യാമല്ലോ. ഹരാൾഡ് തുടർന്നു പറയുന്നുണ്ട്, പുറം ലോകത്തിന്റെ കണ്ണിൽ നമ്മൾ ചിലപ്പോൾ ഒരു ന്യൂനപക്ഷ വിഭാഗമായിരിക്കും. പക്ഷെ പല വിഭാഗങ്ങളിൽപ്പെട്ട ഒരുപാട് ആളുകൾ ഒന്നിച്ച് പരസ്പര സഹായത്തോടെ ജീവിക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ പുറത്തുണ്ട്. ആളുകൾ പരസ്പരം ബഹുമാനത്തോടെ ട്രീറ്റ് ചെയ്യാൻ പഠിച്ചതിന്റെ ഫലമാണിത്. അവരുമായിട്ടൊക്കെ നമ്മൾ ഓരോ തവണ ഇടപഴകുമ്പോഴും എൽബാഫിന് പുതിയ പുതിയ അറിവുകൾ ലഭിക്കും. നമുക്ക് പുതിയ സുഹൃത്തുക്കളെ ലഭിക്കും. ഇപ്പോൾ എൽബാഫിലുള്ള ആളുകൾ ഹരാൾഡ് പറഞ്ഞ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നതിനായിട്ട് നല്ല എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഹരാൾഡ് പറയുന്നുണ്ട്, ഇതെല്ലാം വളരെ പെട്ടെന്ന് തന്നെ നടക്കും. ഇനി ഒരു ചുവട് കൂടിയേ ബാക്കിയുള്ളൂ. വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഭാവിയാണ് നമ്മളെ കാത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഫൈനലി നമുക്ക് പോരാട്ടങ്ങളോടും യുദ്ധങ്ങളോടും ഒക്കെ ബൈ പറയാൻ സമയമായി അല്ലേ എന്ന് ഒരാളിപ്പോൾ ചോദിക്കുന്നുണ്ട്. ഐഡാ, ഇത്രയും കാലത്തെ എൻ്റെ കഷ്ടപ്പാടുകൾക്ക് അങ്ങനെ ഫൈനലി ഫലം കാണാൻ പോവുകയാണെന്ന് ഹരാൾഡ് ഇപ്പോൾ മനസ്സിൽ പറയുന്നുണ്ട്. ഇനി നമ്മളെ വാൾറ സ്കൂളാണ് കാണിക്കുന്നത്. കൊച്ചുകുട്ടികളൊക്കെ അവിടെ നിന്നിങ്ങനെ പന്ത് കളിക്കുന്നുണ്ട്. ഇപ്പൊ അതൊക്കെ നോക്കിക്കൊണ്ട് ഹരാൾഡും സോളും അവിടെ ഇരിപ്പുണ്ട്. സോൾ, ഇതിനൊക്കെ നിങ്ങളോടും ഈ സ്കൂളിനോടുമാണ് ഞാൻ നന്ദി പറയേണ്ടതെന്ന് ഹരാൾഡ് പറയുന്നുണ്ട്. കുട്ടികളെ വാള് വീശാൻ പഠിപ്പിക്കുന്നതിനെക്കാട്ടിലും ഇത് കാണാൻ മനസ്സിനൊരു സുഖമുണ്ടെന്ന് സോൾ ഇപ്പോൾ പറഞ്ഞിട്ട് ആ ഡെറേഷി എന്നുള്ള ചിരി ചിരിക്കുന്നുണ്ട്. സോൾ ഇപ്പോൾ ഹരാൾഡിനോട് ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ ചെയ്യുമ്പോൾ എൽബാഫിന്റെ ആ ഒരു മിലിറ്ററി സ്ട്രെങ്ത്, ആ ഒരു അസാമാന്യ പവർ നഷ്ടപ്പെടും എന്ന് നീ ഭയക്കുന്നുണ്ടോ എന്ന്. ഹരാൾഡ് ഇപ്പോൾ പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല. ഒരു രാജ്യത്തിന്റെ ശക്തി എന്ന് പറയുന്നത് അതിന്റെ മിലിറ്ററി സ്ട്രെങ്ത് മാത്രമല്ല, മറ്റ് കൾച്ചറലായിട്ടുള്ള ആസ്പെക്ട്സ് ഒക്കെ ഉണ്ട്. ഇതിനെ പറ്റിയൊക്കെ വ്യക്തമായിട്ട് എനിക്ക് പഠിപ്പിച്ചു തന്നത് ഐഡയാണ്. അവളെ കണ്ടുമുട്ടിയത് സത്യം പറഞ്ഞാൽ എനിക്കൊരു നിധി കിട്ടിയതുപോലെയാണ്. ഹരാൾഡ് പോയി സംസാരിക്കുമ്പോൾ ഐഡയെ അടക്കം ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇനി ഐഡയും ഹരാൾഡും തമ്മിലുള്ള ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കാൻ പോകുന്നത്. ഐഡ വയ്യാതെ അവിടെ കട്ടിലിരിപ്പുണ്ട്. അവളുടെ അടുത്ത് തന്നെ ഹരാൾഡും ഉണ്ട്.
അവളിപ്പോൾ പറയുന്നുണ്ട്, ഹരാൾഡ്, എൽബാഫിന് നല്ല മാറ്റം വന്നിട്ടുണ്ട്. ഞാനിവിടെ ആദ്യം വന്നപ്പോൾ സിറ്റുവേഷൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. ഈ രാജ്യത്തിനുള്ളിൽ തന്നെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും ബഹളവും ചേരിതിരിവും ആകെ ഒരു ഭയാനകമായ അവസ്ഥയായിരുന്നു. നീ പതിയെ അതിനെല്ലാം മാറ്റം കൊണ്ടുവന്നു. ഇപ്പോൾ കുട്ടികളെല്ലാവരും സ്കൂളിൽ പോയി പഠിക്കുന്നു. അവരുടെ കളിയും ചിരിയും ഇതിപ്പോൾ മൊത്തത്തിൽ വ്യത്യസ്തമായ ഒരു രാജ്യമായതുപോലെയുണ്ട്. പഴയ കുറേ വിചിത്രങ്ങളായ ആചാരാനുഷ്ഠാനങ്ങളും ആ യുദ്ധം മാത്രം കൊണ്ട് നടന്ന കാലഘട്ടത്തിലെ കുറേ വൃത്തികെട്ട ശീലങ്ങളും എല്ലാം എടുത്ത് ദൂരെ കളയണമെന്ന് ഇപ്പോൾ ഹരാൾഡ് പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് നിങ്ങൾ എൽബാഫുകാരുടെ ആ ഒരു പോരാട്ട വീര്യം, ആ വാരിയേഴ്സ് പ്രൈഡ് ഭയങ്കര ഇഷ്ടമാണെന്ന് ഇപ്പോൾ ഐഡ പറയുന്നുണ്ട്. അത് സത്യം പറഞ്ഞാൽ ഭയങ്കര കൂളായിട്ടുള്ള ഒരു കാര്യമല്ലേ. അതുമാത്രമല്ല, എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം കൾച്ചർ നമ്മൾ ചേർത്ത് പിടിക്കേണ്ട ഒന്നാണല്ലോ എന്നും ഐഡ പറയുന്നു. ഹരാൾഡ് ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, ഓ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഈ കൾച്ചർ നമ്മുടെ വിവാഹത്തിന് സമ്മതിക്കാത്തത് എന്താ? എനിക്കത് തീരെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഹരാൾഡ് പറയുന്നു. നിങ്ങൾക്ക് എന്നെ നിങ്ങളുടെ രാജ്ഞിയാക്കണമെന്നായിരുന്നു ആഗ്രഹം അല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഇപ്പോൾ ഐഡ ചിരിക്കുന്നുണ്ട്. അവളാണെങ്കിൽ ചുമക്കുന്നുമുണ്ട്. നിങ്ങൾ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്, ഇത് കേൾക്കാൻ നല്ല ക്യൂട്ടായിട്ടുണ്ടെന്നും അവൾ പറയുന്നു. എന്നിട്ട് ലോക്കിയെ പറ്റി ഐഡ ഹരാൾഡിനോട് തിരക്കുന്നുണ്ട്. അവനെ നമുക്ക് ഹാജറുദ്ദീന്റെ അനിയനായിട്ട് തന്നെ കണ്ട് ഒപ്പം നിർത്താവല്ലോ, അതിന് നിനക്ക് തടസ്സമൊന്നും ഇല്ലല്ലോ എന്ന് ഹരാൾഡ് ഐഡയോട് ചോദിക്കുന്നു. ഐഡയാണെങ്കിൽ ഇപ്പോൾ പറയുന്നുണ്ട്, എന്റെ ഹൃദയത്തിൽ എന്നും അത് അങ്ങനെ തന്നെ ആയിരിക്കും. രണ്ടുപേരെയും വേർതിരിച്ച് ഞാൻ കണ്ടിട്ടില്ല എന്ന്. സത്യം പറഞ്ഞാൽ അവരോടൊക്കെയുള്ള ആ സ്നേഹമാണ് എന്റെ ഹൃദയം നിറയ്ക്കുന്നത്. എന്നെ ഇത്രയും കാലം മുന്നോട്ട് പോകാൻ പ്രേരിപ്പിച്ചതും അതൊക്കെ തന്നെയാണ്. പക്ഷെ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾ എല്ലാവർക്കും പ്രിയങ്കരനായിട്ടുള്ള കിങ് ഹരാൾഡ് അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഐഡ ചിരിക്കുന്നുണ്ട്. എന്തായാലും വളരെ കാലമായിട്ടുള്ള നിങ്ങളുടെ ആഗ്രഹം അത് ഉടൻ തന്നെ നടക്കുമല്ലോ അല്ലേ എന്ന് അവൾ ഹരാൾഡിനോട് ചോദിക്കുന്നുണ്ട്. അതെ ഐഡ, വളരെ പെട്ടെന്ന് തന്നെ അത് നടക്കും. ഈ ലോകവുമായിട്ട് ഈ എൽബാഫ് കണക്റ്റഡ് ആകും. നമ്മുടെ ലോകം 10 അല്ല 1000 മടങ്ങ് വലുതാകാൻ പോവുക. ആ ദിവസം എത്തുമ്പോൾ വീണ്ടും നമുക്ക് പഴയതുപോലെ ലോകം ചുറ്റാനായിട്ട് പോകാം. പെർഫെക്റ്റ്, ഞാനും അതിനായിട്ട് തന്നെയാണ് കാത്തിരിക്കുന്നതെന്ന് ഐഡ പറയുന്നു. ഹരാൾഡ് ആണെങ്കിൽ ഇപ്പോൾ ഞാനും എന്ന് പറയുന്നുണ്ട്. ഐഡ അവളുടെ കൈ ഹരാൾഡിന്റെ കയ്യിലേക്ക് കൊണ്ടുവെക്കുന്നു. എന്നിട്ട് പതുക്കെ ആ കൈ തളർന്ന് താഴേക്ക് വീഴുകയാണ്. ഐഡ മരിച്ചു. ഹരാൾഡ് വിഷമിച്ച് മുഖവും പൊത്തിക്കൊണ്ട് ആ വീടിന് പുറത്തേക്ക് വരുന്നുണ്ട്. ഹാജറുദ്ദീനും ക്രൂവും പിന്നെ മാറ്റോയും ഗബാനും റിപ്ലിയും കോളോണും ഒക്കെ അങ്ങോട്ടേക്ക് വരുന്നത് കാണാം. ഹാജറുദ്ദീൻ ഐഡയുടെ അടുത്ത് നിന്നിട്ട് പൊട്ടി കരയുന്നുണ്ട്. മാറ്റോയും അവിടെ നിന്ന് കരയുന്നു. ഹരാൾഡ് ആണെങ്കിൽ ആകെ തകർന്നിങ്ങനെ നിൽക്കുന്നു. ലോക്കി ആണെങ്കിൽ ആ ആൽക്കഹോൾ വില്ലേജ് കത്തിച്ച് ചാമ്പലാക്കിയതിന്റെ കുറ്റത്തിന് തടവിൽ കിടക്കുകയാണ്. നാമാവിശേഷമായിട്ട് കിടക്കുന്ന ആൽക്കഹോൾ വില്ലേജ് ഒക്കെ ഇപ്പൊ നമ്മളെ കാണിക്കുന്നുണ്ട്. എൽബാഫിൽ ഇപ്പൊ മൊത്തം മഞ്ഞുവീഴ്ചയുടെ സമയമാണ്. ലോക്കി അവന്റെ തൊപ്പി ഇങ്ങനെ പിടിച്ച് താഴേക്ക് വെച്ചിട്ട് ഒന്നും മിണ്ടാതെ വിഷമത്തിലിരിക്കുന്നുണ്ട്. 14 വർഷങ്ങൾക്ക് മുമ്പുള്ള മരി ജോയ്സ് ആണ് നമ്മളെ ഇനി കാണിക്കുന്നത്. എന്ത്, ഷാങ്സ് മിസ്സിംഗ് ആണെന്നോ എന്നിപ്പോ ഹരാൾഡ് ചോദിക്കുന്നത് നമുക്ക് കേൾക്കാം. 5 എൽഡേഴ്സ് ഇപ്പോൾ പറയുന്നുണ്ട്, അതെ, കൊടുത്ത മിഷൻ കംപ്ലീറ്റ് ചെയ്തിരുന്നെങ്കിൽ ഷാങ്സ് ഇപ്പോൾ ഒരു ഹോളി നൈറ്റ് ആയേനെ. പക്ഷേ അവനിപ്പോൾ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ അവസരം നിനക്ക് വീണ് കിട്ടിയിരിക്കുകയാണ്. എന്താണ് ഹരാൾഡ് നിന്റെ തീരുമാനം എന്നിവർ ചോദിക്കുന്നു. സോ ഗൈസ്, ഷാങ്സ് അപ്പോൾ ഇവിടുന്ന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ശേഖരിച്ചിട്ട് നൈസായിട്ട് മുങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ 5 എൽഡേഴ്സിന്റെ ഈ ഓഫർ കേട്ടിട്ട് ഹരാൾഡ് പറയുന്നുണ്ട്, പിന്നെന്താ, ഹോളി നൈറ്റ് ആവാൻ ഞാൻ തയ്യാറാണ്. അങ്ങനെ സംഭവിച്ചാൽ എൽബാഫ് ഒരു അഫിലിയേറ്റഡ് ആയിട്ടുള്ള രാജ്യം ആവുമെന്നല്ലേ നിങ്ങൾ മുൻപ് പറഞ്ഞത്? എനിക്കും അത് തന്നെയാണ് വേണ്ടതെന്ന് ഹരാൾഡ് പറയുന്നു. 5 എൽഡേഴ്സ് ഇപ്പോൾ ഹരാൾഡിനെ ആ MD ത്രോൺ ഇരിക്കുന്ന റൂമിലേക്ക് കൊണ്ടുപോവാണ്. അവർ പറയുന്നുണ്ട്, കൺഗ്രാറ്റുലേഷൻസ് ഹരാൾഡ്, ദ ഗ്രേറ്റ് വൺ നിങ്ങളെ ഒരുപാട് വിശ്വസിക്കുന്നുണ്ട്, അതായത് ഇമു. അങ്ങനെ ഒടുവിൽ അത് സംഭവിക്കാൻ പോവാണ്. എൽബാഫിന്റെ ചരിത്രം തന്നെ മാറ്റി എഴുതുന്ന ഒരു രാജാവായിട്ട് നിങ്ങൾ മാറും എന്നൊക്കെ ഇവന്മാർ പറയുന്നു. ഹരാൾഡിന്റെ മുന്നിൽ കൂടി ഇവന്മാര് പോകുന്ന കണ്ടിട്ട് മറ്റേ ഉറുമ്പൊക്കെ പോകുന്ന പോലെ ഉള്ളൂ, ചവിട്ടി അങ്ങ് അരയ്ക്കണം അവന്മാര്. ഹരാൾഡ് ഇപ്പോൾ ഇവർ പറയുന്നത് കേട്ടിട്ട് പറയുന്നുണ്ട്, അല്ല ആക്ച്വലി എൽബാഫ് വേൾഡ് ഗവൺമെന്റിൽ ജോയിൻ ആയ ശേഷം അവിടുത്തെ രാജാവിന്റെ സ്ഥാനം ഒഴിയാനാണ് എൻ്റെ തീരുമാനം. കുറച്ചുകൂടി ചെറുപ്പവും എന്നേക്കാൾ വിശുദ്ധനുമായിട്ടുള്ള ഒരാൾ ആ സിംഹാസനത്തിൽ ഇനി ഇരിക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അത്തരം തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് ഇനി ഈ മൂ ആയിരിക്കുമെന്ന് ഇപ്പോൾ ആ ത്രോണിൽ ഇരിക്കുന്ന ഇമു പറയുന്നുണ്ട്. ഇപ്പോൾ കോബ്ര ആണെങ്കിൽ ആ MD ത്രോണിൽ ഇമുവിനെ കണ്ട് ഞെട്ടിയതുപോലെ തന്നെ MD ത്രോണിൽ ഒരാൾ ഇരിക്കുന്നു എന്ന് ചോദിച്ചിട്ട് ഹരാൾഡ് ഞെട്ടുന്നുണ്ട്. ഇമു ആണെങ്കിൽ ഇപ്പോൾ പറയുന്നുണ്ട്, അടുത്തേക്ക് വരൂ ഹരാൾഡ്, ഞാൻ കുറെ നാളുകളായിട്ട് നിന്നെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ മെരി ജോയ്സിൽ നിന്ന് ഹരാൾഡിന്റെ വലിയൊരു അലർച്ചയാണ് കേൾക്കാൻ പറ്റുന്നത്. ഇപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹരാൾഡിന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഗോഡ്സ് ലോയൽ ബ്ലേഡിന്റെ ടാറ്റു ഉണ്ടല്ലോ, അത് ഡെപ്ത് കവനന്റ് എന്ന് പറയുന്ന ഒരു റാങ്കിലുള്ള മാർക്കാക്കി മാറ്റിയിരിക്കുകയാണ്. അതായത് ആ ഡീപ്പ് സീ കോൺട്രാക്ട് പുള്ളി ഇപ്പോൾ ഒഫീഷ്യലി ഒരു ഗോഡ്സ് നൈറ്റ് ആയിരിക്കുകയാണ്. ഇപ്പോൾ എൽബാഫിലുള്ള ആ സെയിന്റ് ഗില്ലിംഗ്ഹാമിന്റെ കയ്യിലുള്ള പോലത്തെ മാർക്കാണ് ഹരാൾഡിന്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. ഹരാൾഡ് ഇപ്പോൾ പറയുന്നുണ്ട്, എന്റെ ശരീരത്തിൽ വല്ലാണ്ട് പവർ കയറുന്നത് പോലെ ആകെ പേടി തോന്നുന്നു. മാർസ് ഇപ്പോൾ പറയുന്നുണ്ട്, ഇതിന്റെ പേരാണ് ഇമ്മോർട്ടാലിറ്റി, നീ മരണമില്ലാത്തവനായിരിക്കുകയാണ്. മേലാസകലം പെരുത്ത് കയറുന്നത് പോലെ ഇല്ലേ നിനക്കിപ്പോ, ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ തോന്നുന്നില്ലേ എന്ന് വാർക്കുറി ചോദിക്കുന്നു. ന്യൂസ്ഡ്യൂറോ ഇപ്പോൾ പറയുന്നുണ്ട്, നീ ഇപ്പോൾ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ജയന്റ് മാത്രമല്ല ഒരു വെപ്പൺ ആണെന്ന്.
അതായത് ഇവർക്കിനി ഹരാൾഡിനെ കൺട്രോൾ ചെയ്തൊരായുധമായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ ഒടുവിൽ നീ മൂവിന്റെ കീഴിലുള്ള ഒരു ഇമ്മോർട്ടൽ നൈറ്റ് ആയിട്ട് മാറിയിരിക്കുകയാണെന്ന് ഇമു പറയുന്നു. ഇമ്മോർട്ടലോ? എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല എന്ന് ഹരാൾഡ് പറയുന്നുണ്ട്. ഇമു ഇപ്പോൾ ഹരാൾഡിനോട് പറയുന്നുണ്ട്, എൽബാഫിൽ നീ ഒരു അബൈസ് മാർക്ക് ഉണ്ടാക്കണം, അത് നമ്മൾ തമ്മിലുള്ള ഒരു ലിങ്ക് ആയിട്ട് പ്രവർത്തിക്കും. ഈ അവസാന മിഷൻ കൂടി നീ പൂർത്തിയാക്കി കഴിഞ്ഞാൽ നിന്റെ ആഗ്രഹം ഞാൻ സാധിച്ചു തരും. എൽബാഫ് വേൾഡ് ഗവൺമെന്റുമായിട്ട് അഫിലിയേറ്റഡ് ആയിട്ടുള്ള ഒരു രാജ്യമായി മാറും. ഹരാൾഡ് ഇപ്പോൾ അങ്ങനെ ഫുള്ള് ഹാപ്പി ആയിട്ട് എൽബാഫിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. എൽബാഫിലെ ജനങ്ങളും ഹരാൾഡിനെ സ്വീകരിക്കുന്നു. ഇനി നമ്മളെ ഓറസ്റ്റ് കൊട്ടാരമാണ് കാണിക്കുന്നത്. ഹരാൾഡ് അവിടെ സിംഹാസനത്തിൽ ഇരിപ്പുണ്ട്. ഇമു പറഞ്ഞതുപോലെ തന്നെ അവിടെ ഒരു അബൈസ് മാർക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കാണാം. ലൂഫിയും ടീമും ആ ഓറസ്റ്റ് കൊട്ടാരത്തിൽ കയറിയപ്പോൾ കണ്ട അതേ മാർക്ക്. ഹരാൾഡ് ഇമുവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹരാൾഡ് ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, ഇമൂസമ നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഇമു ആണെങ്കിൽ ഇപ്പോൾ പറയുന്നുണ്ട്, നിന്റെ ഈ എൽബാഫിനെ മുഴുവനായിട്ടൊരു ആർമിയാക്കി മാറ്റാനാണ് ഞാൻ പറഞ്ഞത്. മറീൻസിനൊപ്പം നിന്ന് ഈ ലോകത്തിനെ സേവിക്കാൻ വേണ്ടിയിട്ട് ഒരു ജയന്റ് വാരിയേഴ്സിന്റെ സൈന്യം നീ അത് ക്രിയേറ്റ് ചെയ്യണം. ഹരാൾഡ് പറയുന്നുണ്ട്, അയ്യോ നിൽക്കൂ, അത് പറ്റില്ല. ഞാൻ ഇത്രയൊക്കെ ചെയ്തത് തന്നെ എൽബാഫിനെ ആ പഴയ യുദ്ധത്തിന്റെയും വയലൻസിന്റെയും ഒക്കെ പാതയിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നേവിയിലേക്ക് ചേരാൻ ആഗ്രഹം പ്രകടിപ്പിച്ച ജയൻസിനെ ഞാൻ എൻകറേജ് ചെയ്തു എന്നുള്ളത് ശരിയാണ്. പക്ഷേ പുറത്ത് നിൽക്കുന്ന ഗാർഡ്സ് ആണെങ്കിൽ ഇപ്പൊ ഈ ബഹളമൊക്കെ കേട്ടിട്ട് രാജാവ് ഇത് അകത്ത് ആരോടാണ് സംസാരിക്കുന്നതെന്ന് ചിന്തിക്കുന്നു. ഇപ്പൊ ഇമുവിന്റെ ആ രണ്ട് കണ്ണുകൾ ഇങ്ങനെ ഹരാൾഡിന്റെ തലയ്ക്ക് മുകളിലായിട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കാണാം. ഇമു ഇപ്പൊ ഹരാൾഡിനോട് ചോദിക്കുന്നുണ്ട്, കഴിഞ്ഞ 1000 വർഷം ജയൻസ് ചെയ്ത എല്ലാ പാപങ്ങൾക്കും പ്രായച്ചിത്തം ചെയ്യാമെന്ന് നീ പറഞ്ഞതല്ലേ? വേണ്ടി വന്നാൽ ഒരു അടിമയാകാൻ പോലും തയ്യാറാണെന്ന് നീ പറഞ്ഞതല്ലേ? അതെല്ലാം ഞാൻ ഒറ്റയ്ക്ക് ചെയ്തു കൊള്ളാമെന്നാണ് പറഞ്ഞത്. ഒരിക്കലും എന്റെ ജനങ്ങളെ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് ഹരാൾഡ് പറയുന്നു. ഇമു ഇപ്പൊ പറയുന്നുണ്ട്, നിനക്കങ്ങനെ എല്ലാം ഒറ്റയ്ക്ക് ഏൽക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു ചരിത്രമല്ലത്. തിരിച്ചൊന്നും പറയാൻ നിൽക്കണ്ട. മൂവിനെ എതിർക്കാൻ നിനക്ക് അനുവാദമില്ല. നിന്റെ കയ്യിലുള്ള ആ മാർക്ക്, ആ കോൺട്രാക്ട് വഴി നിനക്ക് ഇമ്മോർട്ടാലിറ്റിയും പിന്നെ പവറും ലഭിച്ചു. പകരമായിട്ട് നീ എനിക്ക് വിധേയനായിരിക്കണം. ഞാൻ തരുന്ന ആജ്ഞകളെല്ലാം നീ അനുസരിക്കണം. അതിനിപ്പോ നിനക്ക് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ കൂടി നീ അത് അനുസരിക്കും. ഹരാൾഡിനെ കൊണ്ട് ഇപ്പോൾ റെസിസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ശരീരത്തിന്റെ കൺട്രോൾ പൊക്കോണ്ടിരിക്കുകയാണെന്ന് പുള്ളിക്ക് മനസ്സിലാവുന്നുണ്ട്. എൽബാഫിനെ ഈ ലോകവുമായിട്ട് കൂട്ടിച്ചേർക്കാനൊന്നും ഇവർക്ക് യാതൊരു പ്ലാനും ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം ഇവരുടെ ചതിയായിരുന്നു. ഇമു, നീ ചെയ്തതൊരു ചതിപ്രയോഗമാണെന്നൊക്കെ ഹരാൾഡ് പറയുന്നുണ്ട്. പുള്ളി എന്നിട്ടിപ്പോ പെട്ടെന്ന് ഗാർഡ്സിനെ ഉള്ളിലേക്ക് വിളിക്കുന്നു. എൽബാഫിലെ വാരിയേഴ്സിനെ അടിമകളാക്കാനാണ് ഇവർ പ്ലാൻ ചെയ്യുന്നത്. അതൊരിക്കലും നടക്കാൻ പാടില്ല എന്നൊക്കെ ഹരാൾഡ് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അകത്തേക്ക് വന്ന ഗാർഡ്സ് ഇപ്പൊ ചോദിക്കുന്നുണ്ട്, അങ്ങൂന്നേ ഇവിടെ എന്തൊക്കെയാണ് ഈ സംഭവിക്കുന്നത്? ഉള്ളിൽ ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ അവർ ചോദിക്കുന്നു. ഹരാൾഡ് ഇപ്പോൾ കയ്യിലൊരു വാളൊക്കെ പിടിച്ചോണ്ട് ഇങ്ങനെ ഒരു തൂണിനടുത്തായിട്ട് നിൽക്കുകയാണ്. ഹരാൾഡ് ഇവരോട് വിളിച്ചു പറയുന്നുണ്ട്, പോയി ഒരു ചങ്ങല എടുത്തോണ്ട് വാ, എന്നെ ഇവിടെ ഒരു തൂണിലേക്ക് കെട്ടിയിട്. കാര്യമില്ലെങ്കിൽ പുള്ളി ഇവരെ ആക്രമിക്കുമല്ലോ. ഇപ്പൊ ഗാർഡ്സ് ആണെങ്കിൽ ഇതെല്ലാം കേട്ടിട്ട് ഞെട്ടുന്നുണ്ട്. ഹരാൾഡ് ഇപ്പോൾ ആകെ ഉള്ള ആ ഒരു കൺട്രോൾ വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു തൂണിൽ ഇങ്ങനെ തല ഇടിച്ചോണ്ട് ഇവരോട് വിളിച്ചു പറയുന്നുണ്ട്, പെട്ടെന്ന് പോയി എൽഡർ ജാറുളിനെയും എന്റെ 2 മക്കളെയും ഇങ്ങ് വിളിച്ചോണ്ട് വാ. ഗാർഡ് ഇപ്പൊ പറയുന്നുണ്ട്, ഹാജറുദ്ദീൻ ഷിപ്പിൽ പോയിരിക്കുകയാണ്. ലോക്കി ആ ഇൻസിഡന്റിന് ശേഷം തടവിലാണല്ലോ. ഹരാൾഡ് ആണെങ്കിൽ ഇപ്പൊ പറയുന്നുണ്ട്, എന്നെ കൊണ്ട് ഇനിയും റെസിസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ലോക്കി തടവിലാണെങ്കിൽ അവനെ റിലീസ് ചെയ്യ്, എന്നിട്ട് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറ. അണ്ടർവേൾഡിലുള്ള ഡിറ്റൻഷൻ സെല്ലാണ് കാണിക്കുന്നത്. അതായത് ലോക്കി കിടക്കുന്ന ആ തടവറ. അവിടുത്തെ ഗാർഡ് ഇപ്പൊ പറയുന്നത് കേൾക്കാം, ലോക്കി നിങ്ങളെ റിലീസ് ചെയ്തിരിക്കുകയാണ്, എത്രയും പെട്ടെന്ന് ഓറസ്റ്റ് കൊട്ടാരത്തിലേക്ക് ചെല്ലൂ. രാജാവ് അത്യാവശ്യമായിട്ട് വിളിപ്പിച്ചിട്ടുണ്ട്. ജാറുളിന്റെ വീട്ടിലും ഇപ്പൊ ചെന്ന് ഈ വിവരം പറഞ്ഞിട്ടുണ്ട്. ജാറുൾ ഇപ്പൊ ചോദിക്കുന്നുണ്ട്, അത്യാവശ്യമായിട്ട് ചെല്ലാനോ? എന്താ ഉണ്ടായേ? ഇനി നറേറ്ററുടെ ഒരു വോയിസ് ഓവറാണ്. അതിങ്ങനെയാണ്, അങ്ങനെ നമ്മൾ ഈ കഥ പറഞ്ഞു തുടങ്ങിയ ഭാഗത്തേക്ക് തന്നെ തിരിച്ചു വന്നിരിക്കുകയാണ്. ഈ ദിവസം ഓറസ്റ്റ് കൊട്ടാരത്തിൽ ഒരു കൂട്ടക്കൊല തന്നെ നടന്നു. അങ്ങനെ എൽബാഫിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട രാജാവ്, വിവേകശാലിയും ശ്രേഷ്ഠനുമായ കിങ് ഹരാൾഡിന് തന്റെ ജീവൻ നഷ്ടപ്പെട്ടു. അപ്പോൾ ഫ്ലാഷ് ബാക്ക് ഒക്കെ ഒരുവിധം കഴിഞ്ഞു എന്ന് തോന്നുന്നു. അപ്പോൾ അടുത്ത ചാപ്റ്റർ എന്തായാലും പ്രസന്റ് ടൈം ലൈനിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ നെക്സ്റ്റ് വീക്ക് ബ്രേക്ക് ആണ്. നിങ്ങൾക്ക് എൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഉറപ്പായിട്ടും ലൈക്ക്, ഷെയർ, കമൻറ്റ്, ഹൈപ്പ് ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. അപ്പോൾ നെക്സ്റ്റ് ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.